നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ശശി തരൂർ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ പോകുമെന്ന് കരുതുന്നില്ലെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. ശശി തരൂർ അതിരുവിടരുതെന്നും സുധാകരൻ. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് നിക്ഷേപ തട്ടിപ്പിന് പിന്നിൽ കള്ളപ്പണ ഇടപാട് നടന്നതായി വിവരം. ഓഡിയോ സന്ദേശം TCBക്ക് ലഭിച്ചു. 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. 8 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ 3 മലയാള നാടകങ്ങൾ ഉൾപ്പെടെ 15 നാടകങ്ങൾ അരങ്ങിലെത്തും. ആമ്പല്ലൂരിൽ KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിരുവിലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ ഏകാദശി നാളെ ആഘോഷിക്കും. ഇന്ന് ദശമി വിളക്ക്. ക്ഷേത്രത്തിനകത്ത് നാങ്ങ്യാർകൂത്ത്, ദശമി, ശിവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ചൊവ്വാഴ്ച ദ്വാദശി ഊട്ടോടെ ഉത്സവം സമാപിക്കും. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ തൃശൂർ കാൽഡിയൻ സെന്ററിൽ റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. AKF MCA സംസ്ഥാന പ്രസിഡന്റ് CM ഷാഫി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എയ്യായിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. കിഴക്കൂട്ട് സോമൻ ഗീത ദമ്പതികളുടെ മകൾ 15 വയസ്സുള്ള സോയിയാണ് മരിച്ചത്. കുന്നംകുളം പാറയമ്പാടത്ത് ബാറിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. കുന്നംകുളം പട്ടാമ്പി റോഡിലെ ഫീൽഡ് നഗറിൽ താമസിക്കുന്ന പ്രദീപിനാണ് കുത്തേറ്റത്. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മിനി ഫിഷിംഗ് ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ E.T. ടൈസൺ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മോഡൽ സ്റ്റഡി നടത്തുന്നതിന് പൂനെ CWPRSനെ ചുമതലപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച ഗ്രന്ഥാവലോകനം സാഹിത്യകാരൻ ഡോക്ടർ S.K. വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ലിറ്റററി ഫോറം പ്രസിഡന്റ് K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിശുദ്ധ റംദാനോടനുബന്ധിച്ച് ഖത്തർ പ്രവാസി കൂട്ടായ്മയുടെ സഹകരണത്തോടെ മുള്ളൂർക്കര റേഞ്ചിലെ മഹൽ മദ്രസകളിൽ സേവനം ചെയ്യുന്നവർക്കുള്ള റിലീഫ് വിതരണവും നടന്നു. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 86ാമത് കനകമല കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നു. കനകമല പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ജനവാസ മേഖലയിലെ വന്യമൃഗശല്യം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊടകര സെന്റ് ജോസഫ് ഫറവോന പള്ളിയിലെ കത്തോലിക്ക കോൺഗ്രസും കേന്ദ്ര സമിതിയും സംയുക്തമായി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ഫറവോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വിയൂർ ഏരിയ സമ്മേളനം നടന്നു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ കപ്പ്യാരത്ത് ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ പൊറ്റ സയ്യിദ് അറബി തങ്ങൾ ജാറത്തിന്റെ ചന്ദനക്കുടം ആണ്ടുനേർച്ച ആഘോഷിച്ചു. കുമ്പളങ്കോട് ദേശം ആദ്യ കൊടിയേറ്റം നടത്തി. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം കാളമുറിയിൽ നടപ്പാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്ത്. വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ 2 ദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നതായും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുമുള്ള നടപടികളുമാണ് പ്രതിഷേധത്തിന് കാരണം. പാതിവില തട്ടിപ്പിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ AICC മെമ്പർ അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാലി അധ്യക്ഷത വഹിച്ചു. ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്ന് നടത്തുന്ന 48 മണിക്കൂർ ദേശീയതല ഹക്കാത്തോൺ കർത്തവ്യയ്ക്ക് തുടക്കമായി. UR പ്രദീപ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. ഇരട്ടപ്പുഴ ഉദയ വായനശാലയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. ഉദയ വായനശാല കെട്ടിടത്തിൽ നടന്ന ആദരം SP TS സിനോജ് ഉദ്ഘാടനം ചെയ്തു.
ഓഫ് റോഡ് സ്പോർട്സ് ആൻഡ് ആർട്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജയൻ നിയാസ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ചാവക്കാട് നടന്ന ടൂർണമെന്റ് ഫുട്ബോൾ താരം ശരത് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. കൊടകര തപസ്യ കലാകായിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷാപേടി എങ്ങനെ ഒഴിവാക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസ് സംഘടിപ്പിച്ചു. അഴകം ശ്രീ ദുർഗ ഭജന മണ്ഡപത്തിൽ റിട്ടയർഡ് എംപ്ലോയ്മെന്റ് ഓഫീസർ VM ഹംസ ക്ലാസ് എടുത്തു. മായന്നൂർ GUP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അസംബ്ലി ഹാളിന്റെ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിന്റെ 67ാമത് വാർഷികം ആഘോഷിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗവൺമെന്റ് GLP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ സോഷ്യൽ ജസ്റ്റിസ് ശ്രീദേവി കരുണാകരൻ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പേരാമംഗലം ലയൺസ് ക്ലബിന്റെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില നിർവഹിച്ചു. അമലാനഗർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഗ്ലാൻഡോ ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു. മേലടൂർ സർക്കാർ LP സ്കൂളിന്റെ നിർമ്മിച്ച പുതിയ കെട്ടിടം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ് അധ്യക്ഷയായി. വാടാനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിതേഷ് K വിജയൻ അധ്യക്ഷത വഹിച്ചു. കലാലയങ്ങളിലെ ആൾക്കൂട്ട വിചാരണകൾക്കെതിരെ ABVP കൊടുങ്ങല്ലൂർ നഗർ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. വടക്കേ നടയിൽ നടന്ന പ്രതിഷേധ സദസ്സ് ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S അക്ഷയ് ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ പഴുഞ്ഞാന അയ്യന്നൂർ കുന്നിൽ നടക്കുന്ന മണ്ണെടുപ്പിനെതിരെ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. നിയമങ്ങൾ പാലിക്കാതെ ജനവാസ കേന്ദ്രത്തിൽ നടത്തുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കുന്ന് സംരക്ഷണ സമിതി പ്രതിഷേധ റാലി നടത്തിയത്. വയനാട് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് ദുരിതബാധിതർക്കിടയിൽ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ലഭ്യമായ മുഴുവൻ സഹായവും നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി. അന്നക്കര വടക്കേ കോൾപടവിൽ വെള്ളമില്ലാതെ നെൽകർഷകർ ദുരിതത്തിലായി. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അധികൃതരുടെ നിർദ്ദേശപ്രകാരം കൃഷി ചെയ്ത കർഷകരാണ് ദുരിതത്തിലായത്. കടലാശ്ശേരി KM LP സ്കൂളിന്റെ 71ാം വാർഷികാഘോഷം വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഹരി K അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. AL സെബാസ്റ്റ്യൻ മാസ്റ്ററുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സിമന്റ് വർക്കേഴ്സ് യൂണിയൻ KDUC ജില്ലാ കമ്മിറ്റി നടത്തിയ അനുസ്മരണ സമ്മേളനം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AC ജോർജ് അധ്യക്ഷത വഹിച്ചു. ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി MULA LP സ്കൂളിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച കാവുകൾ നമ്മുടെ വിശുദ്ധ വനങ്ങൾ എന്ന പേരിൽ ഡോക്യുമെന്ററി പ്രകാശനത്തിനൊരുങ്ങി. പ്രധാനാധ്യാപകൻ ഡൊമിനിക് സാവിയോ, ദേവസൂര്യ കലാവേദി പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, ജനകീയ ചലച്ചിത്രവേദി ഡയറക്ടർ റാഫി നീലങ്കാവിൽ എന്നിവർ ഡോക്യുമെന്ററി നേതൃത്വം നൽകി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.